Hello dears, this is yet another video from the second chapter which deals with amalgamation, mergers, etc. And in this video we'll be discussing about purchase consideration, what purchase consideration is and what are the different methods of calculating purchase consideration. I'm sure that you might have studied these parts in your BCom classes in second year accounting. But at the same time you might have forgotten it. So in this video I'll be explaining in detail what are the different methods used for calculating purchase consideration in a business combination. So we'll move on. So meaning of purchase consideration. Purchase consideration refers to the payment made by the transferee company to the transferor company for the business taken over. ഒരു ബിസിനസ് ടേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രാൻസ്ഫറി കമ്പനി നടത്തുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കമ്പനിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. യു ആർ ക്വൈറ്റ് ഫെമിലിയർ വിത്ത് ദാറ്റ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ടൈപ്സ് ഓഫ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ്, സെക്യൂരിറ്റീസ്, ബോൺസ് ഓർ ക്യാഷ്. അപ്പോൾ ചിലപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കും, ചിലപ്പോൾ ഷെയർസോ ബോൺസൊക്കെ ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെ ഏത് ഫോമിൽ കൊടുത്താലും ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബിഫോർ INTS 103 ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഡെൽറ്റ് വിത്ത് അമാൽഗമേഷൻ വാസ് സെക്ഷൻ 14 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പർച്ചേസ് കൺസിഡറേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ അഗ്രിഗേറ്റ് ഓഫ് ഷെയർസ് ആൻഡ് അതർ സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ആൻഡ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ അതർ അസെറ്റ്സ് by transferee company to the transferor to the shareholders of the transferor company. ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ട്രാൻസ്ഫറി കമ്പനി കൊടുക്കുന്ന ഷെയർസ്, സെക്യൂരിറ്റീസ്, ക്യാഷ് ഇതെല്ലാം കൂടിയത് അതിൻ്റെയൊക്കെ കൂടെ അഗ്രഗേറ്റ് ആണ് പർച്ചേസ് കൺസിഡറേഷൻ. ഇപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്ന് ക്ലിയർ ആയി. ഇനി അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ദ പർച്ചേസ് കൺസിഡറേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് പേയ്മെൻറ്റ് ടു ഡിബെഞ്ചർ ഹോൾഡേഴ്സ്. ഇത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് അവർ വേറെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓർ എനി അതർ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് വിച്ച് ആർ ടേക്കൺ ഓവർ ആൻഡ് ഡിസ്ചാർജ് ബൈ ദ ട്രാൻസ്ഫറി കമ്പനി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ആ ക്രെഡിറ്റേഴ്സിനെ ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം എന്ന് പറയുമ്പം അത് ക്രെഡിറ്റേഴ്സിനെ അസ്യൂം ചെയ്ത് അവർ സെറ്റിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. അതേപോലെ തന്നെയാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുക എന്ന് പറയുമ്പോഴും ദാറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. അത് നമ്മൾ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. ഇപ്പോൾ ജനറലി നമ്മൾ സാധാരണ കാണുന്ന 4 മെത്തേഡ്സാണ് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ആ 4 എണ്ണമാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് നമ്മളിപ്പോഴും പറയും ലംസം മെത്തേഡ്. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാക്കാത്ത ഒരു മെത്തേഡാണ് ഈ ലംസം മെത്തേഡ്. ലംസം മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ദ പർച്ചേസിംഗ് കമ്പനി മേ അഗ്രി ടു പേ എ ലംസം amount to the vendor company on account of the purchase of its business. 5 ലക്ഷത്തിന് അല്ലെങ്കിൽ 10 ലക്ഷത്തിന് 1 കോടിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തില്ല, ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ദ ഫെയർ വാല്യൂ ഓഫ് അസെറ്റ്സ്. Maybe they might be making some calculations and the amount is fixed. But it is not the duty of us to calculate what will be the purchase consideration. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ലംസം എമൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ പർച്ചേസിംഗ് കമ്പനി അഗ്രി ടു ടേക്ക് ഓവർ എ ബിസിനസ് ഓഫ് സെല്ലിംഗ് കമ്പനി ഫോർ ₹5 lakh. കൃത്യമായിട്ട് അങ്ങ് പറയാം 5 ലക്ഷം. ഇൻ സച്ച് എ കേസ് പർച്ചേസ് കൺസിഡറേഷൻ ഇസ് 5 lakh. അവിടെ നമ്മൾ വേറെ അയ്യോ അതിന് അസറ്റിന് ഇത്ര വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ലംസം മെത്തേഡ് ആണെങ്കിൽ സുഖമാണ്, നമ്മൾ ഫിക്സഡ് എമൗണ്ട് ആണ്. ദെൻ നോ കാൽക്കുലേഷൻസ് ആർ നീഡഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് വർത്ത് ഓർ നെറ്റ് അസെറ്റ് മെത്തേഡ് എന്നൊക്കെയാണ് പറയുന്നത്. നെറ്റ് അസെറ്റ് മെത്തേഡ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. Under this method, purchase consideration is calculated by adding up the values of various assets taken over by the purchasing company and then deducting therefrom the values of various liabilities taken over by the purchasing company. ഏതൊക്കെ അസെറ്റ്സ് ആണോ ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വാല്യൂസ് നിന്നും എന്തൊക്കെ ലയബിലിറ്റീസ് അസ്യൂം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനെയൊക്കെ കുറച്ചിട്ട് കിട്ടുന്ന നെറ്റ് എമൗണ്ട്, അതിനെയാണ് നമ്മൾ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നെറ്റ് അസെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. The values of assets and liabilities for the purpose of calculation of purchase consideration, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, are those which are agreed upon between the purchasing company and the vendor company.
ഇപ്പോൾ ചിലപ്പോൾ ബാലൻസ് ഷീറ്റിൽ മെഷീനറി പറഞ്ഞിട്ട് 1,00,000 കാണുന്നുണ്ടാവും. പക്ഷേ മെഷീനറി വെൻഡർ കമ്പനി ഏറ്റെടുത്തോളാം എന്ന് പറയുന്നത് ചിലപ്പോൾ 80,000 അപ്പോൾ 80,000 ആണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാണാൻ വേണ്ടി എടുക്കേണ്ടത്, 1 lakh അല്ല. അപ്പോൾ എന്താണ്, ഇറ്റ്സ് നോട്ട് വാട്ട് അപ്പിയേഴ്സ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദ വെൻഡർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി, ബട്ട് വിച്ച് ഈസ് ബീങ് അഗ്രീഡ് ബൈ ദ വെൻഡർ. അതാണ് എടുക്കുക, അഗ്രീഡ് അപ്പോൺ ബിറ്റ്വീൻ ദ പർച്ചേസിംഗ് കമ്പനി ആൻഡ് വെൻഡർ കമ്പനി ആൻഡ് നോട്ട് ദ വാല്യൂ അറ്റ് വിച്ച് the various assets and liabilities appear in the balance sheet of the vendor company. ക്ലിയർ ആണല്ലോ? ബാലൻസ് ഷീറ്റിൽ എത്ര വാല്യൂല് ഉണ്ട് എന്നുള്ളതല്ല, അവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിൽ എത്രയാണ് ഡിസൈഡ് ചെയ്തത് എന്നുള്ളതിലാണ് കാര്യം. ദെൻ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നെറ്റ് അസറ്റ് മെത്തേഡ് അല്ലെങ്കിൽ നെറ്റ് വർത്ത് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, if the transferee company agrees to take over all assets of the transferor company, ചിലപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. It would mean inclusive of cash and bank balance. All the assets are being taken over by the transferee company എന്ന് പറഞ്ഞിട്ട് തരുമ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം ഇൻക്ലൂഡിങ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ് എല്ലാ അസറ്റും ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, ദ ടേം all assets however does not include എന്തൊക്കെയാണ് അതിനകത്ത് ഒഴിവാവുന്ന, all assets എന്ന് പറയുമ്പോൾ ഒഴിവാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? fictitious assets like debit balance of profit and loss account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് അതിനകത്ത് വരില്ല. പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ വരില്ല. ഡിസ്കൗണ്ട് ആൻഡ് അതർ എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അഡ്വർടൈസിങ് എക്സ്പെൻസസ് അക്കൗണ്ട്, ഇങ്ങനെ ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഒന്നും അതിനകത്ത് ഓൾ അസറ്റ്സ് ആർ ബീങ് ടേക്കൻ ഓവർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഇതൊന്നും വരില്ല. പക്ഷേ ക്യാഷും ബാങ്ക് ബാലൻസും വരും. എനി സ്പെസിഫിക് അസറ്റ് നോട്ട് ടേക്കൻ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ഷുഡ് ബി ഇഗ്നോർഡ് വെൽ കമ്പ്യൂട്ടിംഗ് പർച്ചേസ് പ്രൈസ്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല, എടുക്കണില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം. ദെൻ ഇഫ് ദർ ഈസ് എനി ഗുഡ് വിൽ, prepaid expenses, etc. The same are to be included in the assets taken over unless otherwise stated. പറയുന്നില്ല എങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഇതൊക്കെ പറഞ്ഞപ്പം ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഗുഡ് വില്ലും. പക്ഷേ ഗുഡ് വില്ലിൻ്റെ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല എങ്കിൽ നമ്മളത് ഗുഡ് വില്ലും പ്രീപെയ്ഡ് എക്സ്പെൻസസും ഒക്കെ നമ്മൾ എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് അവർ പറഞ്ഞിട്ടുണ്ടാവും, എക്സ്പ്രസ്ലി പറഞ്ഞിട്ടുണ്ടാവും, എക്സ്ക്ലൂഡിങ് ഗുഡ് വിൽ, എക്സ്ക്ലൂഡിങ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ദ ടേം ലയബിലിറ്റീസ് വിൽ ഓൾവേസ് സിഗ്നിഫൈ ഓൾ ലയബിലിറ്റീസ് ടു തേർഡ് പാർട്ടീസ്. തേർഡ് പാർട്ടീസിനുള്ള ലയബിലിറ്റീസ് ആണ്, ട്രേഡ് ലയബിലിറ്റീസ് ആണ്. ട്രേഡ് ലയബിലിറ്റീസ് ആർ ദോസ് ഇൻകേർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് സച്ച് ആസ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഓർ ബിൽസ് പേയബിൾ. ഇതൊക്കെയാണ് നമ്മൾ ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ലാതെ കുറച്ച് ലയബിലിറ്റീസ് ഉണ്ടാവുമല്ലോ. Other liabilities like bank overdraft, tax payable, outstanding expenses, etc. are not a part of trade liabilities. അപ്പോൾ the transferee company agreed to take over all the trade liabilities എന്നാണ് വാക്കെങ്കിൽ അവിടെ എന്ത് വരില്ല, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് വരില്ല, മറ്റേ ടാക്സ് പേയബിൾ വരില്ല, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരില്ല, ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഈ ടേമുകൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. കുറച്ച് ജേർണൽ എൻട്രീസും കൂടെ പഠിച്ചാൽ മതി. Then liabilities do not include accumulated or undistributed general reserve, profit and loss account, surplus account എന്നൊക്കെ പറയാൻ കാണുമായിരിക്കും, or undistributed profits like general reserve, security premium, workman accident fund, insurance fund, capital reserve, dividend equalization fund. അതായത് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്നുള്ള ഹെഡിൽ വരുന്ന സാധനങ്ങൾ അതൊന്നും വരില്ല, അതൊന്നും നമ്മൾ ലയബിലിറ്റീസിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അത് അവരുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഓക്കെ, അടുത്ത മെത്തേഡ്. അപ്പോൾ നമുക്ക് ആ നെറ്റ് വർത്ത് മെത്തേഡ് ഏതാണ്ടൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ നെറ്റ് അസറ്റ് മെത്തേഡിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആകെ കൂടെ എന്താ ശ്രദ്ധിക്കേണ്ടത്? എത്രയാണോ അവർ ടേക്ക് ഓവർ ചെയ്യാമെന്ന് അഗ്രി ചെയ്ത വാല്യൂ അതിന് മാത്രം, അതിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും ആണ് എടുക്കുക. പിന്നെ ജനറലി പറയുമ്പം അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അതിനകത്ത് വരില്ല. പക്ഷേ ക്യാഷും ബാങ്ക് ബാലൻസും വരും. അതേപോലെ ട്രേഡ് ലയബിലിറ്റീസിൻ്റെ അകത്ത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് അങ്ങനത്തെ സാധനങ്ങൾ വരില്ല. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇത് നമ്മുടെ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. പോണേ, ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സെല്ലിംഗ് കമ്പനി ആൻഡ് പർച്ചേസിംഗ് കമ്പനി മേ സ്പെസിഫൈ ദ എമൗണ്ട് പേയബിൾ ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ സെല്ലിംഗ് കമ്പനി ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇൻ പർച്ചേസിംഗ് കമ്പനി.
ഇപ്പോൾ പറയും ഇത്ര ഷെയർസ് ഇഷ്യൂ ചെയ്യാം, ഇത്ര പിന്നെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഇത്ര ക്യാഷായിട്ട് കൊടുക്കാം, അങ്ങനെ പറയുമ്പം എന്താണ് അത് ആ മെത്തേഡ് ഓഫ് എന്തൊക്കെ തരത്തിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് എന്ന് പറയുമ്പം അതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇവിടെ ഡിബഞ്ചർ ഉണ്ടല്ലോ, അവിടെ ഡിബഞ്ചർ ഇൻക്ലൂഡ് ചെയ്യില്ല പറഞ്ഞല്ലോ എന്ന് പറയുമ്പം അവിടെ എന്താ പറഞ്ഞത്, ഡിബഞ്ചർ ഹോൾഡറിനെ സെപ്പറേറ്റ്ലി സെറ്റിൽ ചെയ്യാം എന്ന് വെൻഡർ കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ നോട്ട് ഫോം പാർട്ട് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഇവിടെ പറയുന്നത് എന്താണ്, നമുക്ക് തരുന്ന പേയ്മെൻറ്റ് വെൻഡർ ട്രാൻസ്ഫറർ കമ്പനിക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റ്, ആ പേയ്മെൻറ്റ് ഏതൊക്കെ ഫോമിലാവാം, അത് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഷെയർസ്, ബോണ്ട്സ്, ഡിബെഞ്ചേഴ്സ് എല്ലാം ആവാം, ക്യാഷൊക്കെ ആവാം. അപ്പോൾ അത് എന്തൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, the assets and liabilities taken over by the transferee company and the values at which they are taken over are not relevant to compute the purchase consideration. അവിടെ നിങ്ങൾ അസറ്റ് ഇത്ര പൈസയ്ക്കാണ് വാങ്ങിച്ചത്, ലയബിലിറ്റി ഇത്ര കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചു, ഇതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. എന്ത് കൊടുക്കണമെന്നുള്ളതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. All payments agreed upon should be added, whether it is for equity shareholders or preference shareholders. പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് ഇത്ര കൊടുക്കാം, ഇക്വിറ്റി ഷെയർ ഹോൾഡർക്ക് ഇത്ര കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ കാണുക. ദെൻ ഇഫ് എനി ലയബിലിറ്റി ഈസ് ടേക്കൺ ഓവർ ബൈ ദ പർച്ചേസിംഗ് കമ്പനി ടു ബി ഡിസ്ചാർജ് ലേറ്റർ ഓൺ, പിന്നെ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സച്ച് എമൗണ്ട് ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ് ഓർ ആഡഡ് വൈൽ കമ്പ്യൂട്ടിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. അതാണ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ ഒക്കെ കഥ പറഞ്ഞത്. അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം എന്ന് പറയുമ്പം അത് ആ പൈസ അവർ കൊടുക്കുകയാണല്ലോ, അപ്പോൾ അത് പർച്ചേസ് കൺസിഡറേഷന് വരുമല്ലോ എന്ന് വിചാരിക്കരുത്. അത് തേർഡ് പാർട്ടീസിന് സെറ്റിൽ ചെയ്യാൻ കൊടുക്കുന്നതാണ്, അത് വരില്ല. ദെൻ വെൻ ലയബിലിറ്റീസ് ആർ നോട്ട് ടേക്കൺ ഓവർ ബൈ ദ ട്രാൻസ്ഫറി കമ്പനി ദേ ആർ നൈദർ ആഡഡ് ഓർ ഡിഡക്റ്റഡ് വൈൽ കമ്പ്യൂട്ടിംഗ് കൺസിഡറേഷൻ. ലയബിലിറ്റീസ് ടേക്ക് ഓവർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെ എടുക്കില്ല. Then any payment made by transferee company to some other party on behalf of transferor company are to be ignored. അതാണ് നമ്മൾ നേരത്തെ ആ ലയബിലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞത്. വേറൊരാൾക്ക് ആർക്ക് കൊടുക്കണത് എടുക്കുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിന് എന്താ കൊടുക്കണേ, ട്രാൻസ്ഫറർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡർക്കും കൊടുക്കുന്നത് നമ്മൾ പർച്ചേസ് കൺസിഡറേഷനിൽ എടുക്കും. അല്ലാത്ത കാര്യങ്ങൾ വേറൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്, സെറ്റിൽ ചെയ്യുന്നത് ഒന്നും ഇതിൻ്റെ ഭാഗമാവില്ല. ദെൻ ഇനി നമ്മൾ ലാസ്റ്റ് മെത്തേഡിലേക്ക് പോവാണ്, ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. അതിനെ നമ്മൾ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡ് എന്ന് പറയും. അണ്ടർ ദിസ് മെത്തേഡ് നെറ്റ് വാല്യൂ ഓഫ് അസറ്റ് ഇസ് കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു നെറ്റ് അസറ്റ് മെത്തേഡ് ആൻഡ് ഇസ് ഡിവൈഡഡ് ബൈ ദ വാല്യൂ ഓഫ് വൺ ഷെയർ ഓഫ് ട്രാൻസ്ഫറി കമ്പനി വിച്ച് ഗിവ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ടു ബി റിസീവ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി ഫ്രം ട്രാൻസ്ഫറി കമ്പനി. ഇതൊന്നുമില്ല, നമ്മൾ നെറ്റ് അസറ്റ് കാണുന്നു, നെറ്റ് അസറ്റ് കണ്ടിട്ട് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അറിയുമെങ്കിൽ ഓരോ ഇക്വിറ്റി ഏർണിംഗ് പെർ ഷെയർ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ബേസിസിൽ ഇപ്പോൾ രണ്ട് ട്രാൻസ്ഫറിൻ്റെയും ട്രാൻസ്ഫറിൻ്റെയും ഏർണിംഗ് പെർ ഷെയർ നോക്കുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഷെയർ എക്സ്ചേഞ്ച് മെത്തേഡിലൂടെ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസിന് കൂടുതൽ വാല്യൂ ഏർണിംഗ് പെർ ഷെയർ കൂടുതലാണെങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ അവർക്ക് വേണ്ടത്ര ഷെയർസ് കൊടുക്കുന്നു. ഇതാണ് ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡ്. When the number of shares to be received by the transferor company is known, ട്രാൻസ്ഫറർ കമ്പനിക്ക് എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ് കിട്ടേണ്ടതെന്ന് അറിയുമെങ്കിൽ then it is divided by existing shares of the transferor company and thus the ratio of shares can be found out. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്തിട്ട് ഒന്നും കൂടെ ക്ലിയർ ആക്കാം. സപ്പോസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് 50 ഷെയർസ് ഓഫ് ട്രാൻസ്ഫറർ എന്നാണ്, ട്രാൻസ്ഫർ ഓർ അല്ല, 50 shares of transferor company, 100 shares of transferee company is available. Then every 1 share in the transferor company, 2 shares in the transferee company is available. Therefore, the ratio is 1:2. This method is also known as share proportion method എന്നും കൂടെ നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ മെത്തേഡിനെ പറയും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇൻട്രിൻസിക് വാല്യൂ കാണാനുള്ളത് അസറ്റ് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, ഞാൻ പറഞ്ഞ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, എത്ര അസറ്റ്സ് ഉണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ട്, നെറ്റ് വർത്ത് അതാണ് കാണുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് കണ്ടിട്ട് നമ്മൾ ഇൻട്രിൻസിക് വാല്യൂ കാണും. അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു പർച്ചേസ് കൺസിഡറേഷൻ ചെയ്യാം.
അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓരോന്നിലും പർച്ചേസ് കൺസിഡറേഷൻ കാണുന്ന തരത്തിലുള്ള പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ക്ലിയർ ആവും. Those who have studied it for your BCom, you will be finding it very easy. And others you can study along with this, because I am not skipping out anything, because even if you have not studied, you will have to cover it up this time. And you should be thorough with this, because once the calculation of purchase consideration goes wrong, the whole problem gets affected. So we will study thoroughly how to calculate purchase consideration, and then we will be moving on. Thank you.